മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും ഇതാ വീണ്ടും നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. വിദേശങ്ങളിലുള്ളവരും സ്വദേശങ്ങളിലുള്ളവരും പ്രേക്ഷിതരും ശുശ്രൂഷകരും അപ്പസ്തോലന്മാരും പുതിയ പുതിയ ശുശ്രൂഷകരൊക്കെ ഇതിലൂടെ കർത്താവിൻ്റെ സ്നേഹിതരായി തീരുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധനായ ബെനവെന്തൂര. പഠനത്തിലും അതുപോലെ തന്നെ ഉന്നതമായ ബുദ്ധിശക്തിയുടെയും ഒക്കെ വളരെ കേളിക്കേട്ട പ്രസിദ്ധനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബെനവെന്തൂര. ആ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഉയർന്ന പഠനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഇന്നത്തെ ഇതൊന്ന് കേൾക്കണം കേട്ടോ. ഇതാ വചനം തരികയാണ്. സങ്കീർത്തനം 37:7. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥരായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ക്ഷമാപൂർവം കാത്തിരുന്നാൽ നമ്മുടെ പഠനം, നമ്മുടെ പരിശീലനം, നമ്മുടെ ജോലി അതിലൊക്കെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ കണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ കടന്നു വരും. ആഴമായ വിശ്വാസത്തിൻ്റെയും തീക്ഷ്ണമായ പഠിപ്പിൻ്റെയും ഒരു ഉത്തമ മാതൃകയാണ് വിശുദ്ധനായ ബെനവെന്തൂര. വിശുദ്ധന് ഏകദേശം 4 വയസ്സ് പ്രായമായപ്പോൾ മാരകമായൊരു രോഗം ബാധിച്ച് അവശനിലയിലായി. ഭക്തയായ അമ്മ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. അത്ഭുതകരമായി പ്രാർത്ഥിക്കുന്ന വേളയിൽ തന്നെ ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധ തോമസ് അക്വീനാസിനോടൊപ്പം ഡോക്ടർ ബിരുദം നേടിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബെനവെന്തൂര. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊഫസറായി അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അറിയാമല്ലോ ആ വ്യക്തിത്വത്തിൻ്റെ മഹിമ. വെറും 36-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് അസീസിയുടെ പിൻഗാമിയായി 7ാമത്തെ മിനിസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. സഭാ നവീകരണത്തിന് വേണ്ടി മധ്യമാർഗം, മിഡിൽ പൊസിഷൻ സ്വീകരിച്ച് സഭയുടെ പല തർക്കങ്ങളും ഒഴിവാക്കാൻ ബെനവെന്തൂര ശ്രമിക്കുകയുണ്ടായി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം കൃത്യമായി രചിച്ച ഒരു വിശുദ്ധനാണ്. ഒരിക്കൽ വിശുദ്ധ തോമസ് അക്വീനസ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധൻ്റെ ജീവചരിത്രം എഴുതുന്നു. നോക്കുക, 1268 ക്ലെമന്റ് പാപ്പയുടെ നിര്യാണത്തിന് ശേഷം 3 വർഷത്തേക്ക് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ ബെനവെന്തൂരയാണ് പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. ആ സംഘം നിശ്ചയിച്ചത് അധികാര ചിഹ്നങ്ങൾ അണിയിക്കുവാനായി പേപ്പൽ പ്രതിനിധികൾ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ ബെനവെന്തൂര ഭക്ഷണപാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലിയോൺസ് സൂനകദോസ് വിളിച്ചുകൂട്ടിയപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തയ്യാറാക്കിയതും വിശുദ്ധനായ ബെനവെന്തൂര പുണ്യവാനാണ്. മകളെ, പഠിക്കാൻ ഉന്നതിയിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്നവരെല്ലാവരും വിശുദ്ധ ബെനവെന്തൂരോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിതീക്ഷ്ണമായിരിക്കുന്ന പ്രാർത്ഥനയുടെ വെളിച്ചത്തിലില്ലാതെയായി മാറ്റിത്തരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.